ഹായ്, നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് ഈ പോണത്? സ്വന്തം മകളെ ഉപദ്രവിച്ച ആൾക്കെതിരെ തിരിഞ്ഞ അമ്മയ്ക്കെതിരെ കേസെടുത്തേക്കുന്നു. സ്വന്തം മകളെ ആക്രമിക്കാൻ വരുന്ന ഒരാൾക്കെതിരെ നടപടിയെടുക്കുന്നത് അല്ലെങ്കിൽ പോലീസ് തന്നെ പറയുന്നുണ്ടോ? പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കാനോ മറ്റ് ആളുകളെ വിളിക്കാനോ സമയം കിട്ടുകയില്ല. ഈ അമ്മ പ്രതികരിച്ചത് എല്ലാവർക്കും വേണ്ടി, എല്ലാ പെൺപിള്ളേർക്കും വേണ്ടിയാണ് ഈ അമ്മ പ്രതികരിച്ചത്. അപ്പം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ അവർക്കെതിരെ കേസെടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒരു ശരിയായ നടപടിയിലോട്ടല്ല ഇത് പോകുന്നത്. മകളെ ആക്രമിച്ച ആൾക്കെതിരെ ഒരമ്മ തിരിയുകയാണ്. മകളെ ശല്യം ചെയ്തയാളെ, മകളെ ബസ്സിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളുടെ മൂക്കിന്റെ പാലം ഇടിച്ചു തകർത്ത സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കേസെടുക്കും. ഒരമ്മ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. അമ്മയെ കേസിലകപ്പെടുത്തി അകത്താക്കാനുള്ള പോലീസിന്റെ ഗൂഢതന്ത്രമായിരിക്കും ചിലപ്പോൾ ഇത്. മോള് ചോദിച്ചു, എന്തിനാ അങ്കിളെ, എന്തിനാ എന്റെ കാലയിൽ ഇങ്ങനെ പിടിച്ചത്, എന്തിനാ പിടിച്ചത്, നിങ്ങൾ എന്തിനാ എന്റെ ദേഹത്ത് പറ്റിയതെന്ന് ചോദിച്ചവൾ അയാളോട് ചോദിക്കും. അയാൾ ദോഷമായിട്ട് അമർഷമായിട്ട് അവളോട് സംസാരിക്കുകയും അടിക്കാൻ ഇങ്ങനെ ചാടിച്ചില്ലേയും ചീത്ത അസഭ്യം പറയുകയും ചെയ്ത ചേഷ്ടകളൊക്കെ കാണിക്കൊക്കെ ഉണ്ടായി. അപ്പൊ അവള് പേടിച്ച് അടുത്തൊരു കടയിലേക്ക് ചെന്ന് അവിടുന്ന് ഫോൺ വാങ്ങിച്ച് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്ന് വിവരം അന്വേഷിച്ചപ്പം ഒരാൾ കയറി അയാളുടെ കാലിൽ പിടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ആളെന്തേന്ന് വെച്ചപ്പം പറഞ്ഞു കടയ്ക്കകത്ത് കയറി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കടയ്ക്കകത്തുനിന്ന് ഞാൻ അയാളോട് ചോദിച്ചു, എന്തിനാ കുട്ടീൻ്റെ കാലിൽ ഇങ്ങനെ പിടിച്ച്, എന്തിനാ നിങ്ങൾക്ക് മക്കളൊക്കെ ഉള്ളതല്ലേന്ന് ചോദിച്ചപ്പോൾ അയാൾ വളരെ മോശമായിട്ട് നമ്മളോട് നേരെ ആക്രോശിച്ച് മുമ്പോട്ട് വരികയും ഞങ്ങളുടെ ദേഹോപദ്രവം നന്നായി അടുത്തൊരു കടയിലേക്ക് ചെന്ന് അവിടുന്ന് ഫോൺ വാങ്ങിച്ച് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ആ സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്ന് വിവരം. ഇവിടുത്തെ പോലീസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണോ? ആ അമ്മയെ വിളിച്ചൊന്ന് ശ്വാസിച്ചു വിടാം അല്ലേ? സ്വന്തം മകളെ ആക്രമിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മ. ആ അക്രമിയെ തൻ്റെതായ ശൈലിയിൽ, അതായത് ആ ഒരു മനോധൈര്യം, വിൽ പവർ ഉപയോഗിച്ച് അവരെ പ്രതി ആക്രമിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? സത്യത്തിൽ നമ്മുടെ ഈ സമൂഹം വളരെ തെറ്റിദ്ധാരണ രീതിയിലോട്ടാണ് പോകുന്നത്. ഇതെങ്ങനെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റും? ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ എല്ലാം സഹിക്കാൻ പറ്റും. അതിനപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. കൊച്ചു പിള്ളേരെ വരെ വെറുതെ വിടാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കായിരിക്കും? അവൻ മൂക്കിന്റെ പാലമല്ല, അവന്റെ ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കുക വേണ്ടത്. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണോ അപ്പം? ആ കാലമെല്ലാം പോയി. ഉപദ്രവിക്കുന്നവരെ തിരിച്ചു ശക്തമായ രീതിയിൽ മറുപടി കൊടുക്കണം. ആ അമ്മയ്ക്ക് വൺ സല്യൂട്ടാണ് കൊടുക്കേണ്ടത്. കൊലപാതകി അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരൻ അല്ലെങ്കിൽ മറ്റെന്ത് കൊള്ള നടത്തിയവനെ സംരക്ഷിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഒരു മകൾക്കെതിരെ തിരിഞ്ഞ ആളെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായ ഒരു കാര്യം. ഇപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നത്. ഓക്കെ, ബൈ.